നമ്മുടെ ചാനലിൽ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് സീരീസിൽപ്പെട്ട സിനിമകൾ ചെയ്യുന്നതിന്റെ ഭാഗമായി MCU സീരീസിലെ മൂന്നാമത്തെ സിനിമയായ അയൺമാൻ ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ടൈം ലൈൻ പ്രകാരം ആദ്യ സിനിമയായ ക്യാപ്റ്റൻ അമേരിക്ക ഫസ്റ്റ് അവഞ്ചർ 1940കളിലും രണ്ടാമത്തെ സിനിമയായ ക്യാപ്റ്റൻ മാർവൽ 1980കളിലുമാണ് നടക്കുന്നത്. അതിനുശേഷം 2010 കാലഘട്ടത്തിൽ നടക്കുന്ന സിനിമയാണ് അയൺമാൻ. ഇതിന് മുന്നേയുള്ള രണ്ട് സിനിമകളും നമ്മുടെ ചാനലിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർക്ക് മുകളിൽ വരുന്ന ഐകാർഡിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിലോ ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ്. ടൈം ലൈൻ പ്രകാരം MCUവിൽ മൂന്നാമതായി വരുന്ന 2008 പുറത്തിറങ്ങിയ അയൺമാൻ എന്ന സിനിമയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് അഫ്ഗാനിസ്ഥാനിലൂടെ പോകുന്ന കുറച്ച് അമേരിക്കക്കാരുടെ പട്ടാള വണ്ടികളാണ്. അതിലൊരെണ്ണത്തിൽ സിനിമയിലെ നായകനായ ടോണി സ്റ്റാർക്ക് ഇരിക്കുന്നുണ്ട്. ക്യാപ്റ്റൻ അമേരിക്കയുടെ ഫസ്റ്റ് അവഞ്ചറിൽ കാണിക്കുന്ന എഡ്വേർഡ് സ്റ്റാർക്കിന്റെ മകനാണ് ഈ ടോണി സ്റ്റാർക്ക്. അങ്ങനെ അവർ ആ വണ്ടിയിലിരുന്ന് ഓരോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പോവുകയാണ്. ടോണി സ്റ്റാർക്ക് വലിയ ഒരു ആയുധ കമ്പനിയുടെ ഓണറാണ്. അമേരിക്കൻ ഗവൺമെന്റിനും മറ്റുമൊക്കെ ആയുധങ്ങൾ കൊടുക്കുന്നത് ടോണിയുടെ കമ്പനിയാണ്. ഇതിനിടെ ഒരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ് പട്ടാളക്കാരനും ടോണിയും കൂടി ഒരുമിച്ചിരുന്ന് ഒരു ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതോടെ ആകെ പ്രശ്നമായി പട്ടാളക്കാരെല്ലാം പുറത്തിറങ്ങുകയും ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാതെ ടോണി ഇരിക്കുമ്പോൾ അവനോട് കുനിഞ്ഞിരിക്കാൻ പറഞ്ഞ് അവനെ പ്രൊട്ടക്ട് ചെയ്യാനായി പട്ടാളക്കാർ പുറത്തിറങ്ങി അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമെങ്കിലും അവരൊക്കെ വെടിയേറ്റ് വീണുകൊണ്ടിരിക്കുകയാണ്. ഓരോ സ്ഥലങ്ങളിൽ പൊട്ടിത്തെറിയൊക്കെ നടക്കുന്നത് കണ്ട് ഇനി വണ്ടിയിലിരുന്നാൽ പ്രശ്നമാകുമെന്ന് മനസ്സിലാക്കി ടോണി അപ്പോൾ തന്നെ എങ്ങനെയെങ്കിലും പുറത്തിറങ്ങുകയും അതിന്റെയൊക്കെ ഇടയിലൂടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഒരിടത്ത് ഒളിച്ചിരിക്കുന്ന അവൻ ആരെങ്കിലും വിളിക്കാൻ ശ്രമിക്കുന്നതിനിടെ അടുത്ത് ഒരു മിസൈൽ വന്ന് പതിക്കുകയും നോക്കുമ്പോൾ അത് അവന്റെ തന്നെ കമ്പനിയിൽ ഉണ്ടാക്കിയ മിസൈൽ ആണെന്ന് കാണുകയും അപ്പോഴേക്കും അത് പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നു. ഇതോടെ ബോധമില്ലാതെ അവൻ കിടക്കുകയാണ്. ദേഹത്ത് മുഴുവൻ പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. അവന്റെ ഉള്ളിലുള്ള ജാക്കറ്റൊക്കെ തുളച്ച് മിസൈലിന്റെ ചീളുകൾ അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഇതോടെ അവനാകെ തളർന്ന് അവിടെ കിടക്കുന്നു. പിന്നീട് അവൻ ചെറിയൊരു ബോധം വന്ന് നോക്കുമ്പോൾ കുറെ തീവ്രവാദികൾ അവനെ പിടികൂടി ചുറ്റിനു നിന്ന് എന്തോ കാര്യം അവർ ക്യാമറയിൽ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഭാഷ അറിഞ്ഞുകൂടാത്തത് കൊണ്ട് അതെന്താണെന്ന് അവന് മനസ്സിലാവുന്നില്ല. ഇവിടെ വെച്ച് സിനിമ തുടങ്ങുന്നു. പിന്നീട് കാണിക്കുന്നത് ഇപ്പോൾ നടന്ന സംഭവത്തിന് 2 ദിവസം മുൻപെയാണ്. ടോണിയുടെ കമ്പനിയായ സ്റ്റാർക്ക് ഇൻഡസ്ട്രീസിൽ ഒരു അവാർഡ് ദാന ചടങ്ങ് നടക്കാൻ പോവുകയാണ്. ടോണി സ്റ്റാർക്കിനാണ് അവാർഡ് കൊടുക്കുന്നത്. അവനെ പറ്റി അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അമേരിക്കയുടെ ആയുധബലം കൂട്ടിയ മഹാനായ വ്യക്തിയാണ് ടോണി സ്റ്റാർക്ക്. ഹൊവാർഡ് സ്റ്റാർക്കിന്റെ മകനാണ് അദ്ദേഹം. 4-ാം വയസ്സുള്ളപ്പോൾ സർക്യൂട്ട് ബോർഡും 6-ാം വയസ്സിൽ എഞ്ചിനും വികസിപ്പിച്ചെടുത്തു. പിന്നീട് റോബോട്ടുകളും കാര്യങ്ങളും ഒക്കെ ചെയ്ത് അദ്ദേഹം കഴിവ് തെളിയിച്ചു. അപ്പോഴേക്കും അദ്ദേഹത്തിന്റെ അച്ഛനായ എഡ്വേർഡ് മരിച്ചു. അതോടെ എഡ്വേർഡിന്റെ കൂട്ടുകാരനായ ഒബാഡിയ കമ്പനി ഏറ്റെടുക്കുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. 21-ാം വയസ്സിൽ ടോണി സ്റ്റാർക്ക് കമ്പനി ഏറ്റെടുക്കുകയും സ്റ്റാർക്ക് ഇൻഡസ്ട്രീസിന്റെ CEO ആവുകയും ചെയ്തു. പിന്നീട് അത്യാധുനിക ടെക്നോളജിയിലുള്ള ആയുധങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം ടോണി നിർമ്മിക്കുകയും അതുമൂലം അമേരിക്കയുടെ ശക്തി വർദ്ധിക്കുകയും ആർക്കും തൊടാനാവാത്ത അവസ്ഥയിൽ അദ്ദേഹം കൊണ്ട് എത്തിക്കുകയും ചെയ്തു. അതിനാൽ ഇന്ന് അദ്ദേഹത്തിന് നമ്മൾ അവാർഡ് കൊടുക്കുകയാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ അങ്ങോട്ട് വരുന്നില്ല. ഇതോടെ അവൻ അവിടെ എത്തിയിട്ടില്ലെന്ന് അവർക്ക് മനസ്സിലാവുകയും അങ്ങനെ ഒബാഡിയ അവിടേക്ക് കയറി വന്ന് അത് ഏറ്റുവാങ്ങുകയും ടോണി ഇവിടെ എത്തിയിട്ടില്ല, അവന് ഈ അവാർഡിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല, കളിച്ച് നടക്കാനാണ് ഇഷ്ടമെന്നൊക്കെ അദ്ദേഹം പറയുന്നു. യഥാർത്ഥത്തിൽ ടോണി അവാർഡൊന്നും ശ്രദ്ധിക്കാതെ പെണ്ണുങ്ങളെയും വളച്ച് ക്ലബിൽ നിൽക്കുകയാണ്. ഉടൻ അവന്റെ കൂട്ടുകാരനായ ജെയിംസ് അവിടേക്ക് വരികയും നീ എന്താണ് അവാർഡ് മേടിക്കാൻ വരാഞ്ഞേ, എന്റെ കൈകൊണ്ട് നിനക്കൊരു അവാർഡ് തരണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു, എന്തായാലും ഇവിടെ വെച്ച് തരാമെന്ന് പറഞ്ഞ് അവൻ കൊടുക്കുകയും എന്നാൽ അതൊന്നും കാര്യമാക്കാതെ വീണ്ടും അവൻ കളിയിൽ മുഴുകുകയും ചെയ്യും. അവന് ഇതുപോലുള്ള കാര്യങ്ങളോടൊന്നും വലിയ താല്പര്യമില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ടോണി അന്ന് വീട്ടിലേക്ക് പോകുന്നതിനിടെ വണ്ടിയിൽ കയറാൻ പോകുമ്പോൾ ഒരു പത്രപ്രവർത്തക അവിടേക്ക് വരികയും നിങ്ങളോട് കുറച്ച് ചോദ്യം ചോദിക്കാനുണ്ടെന്ന് പറയുമ്പോൾ അവളെ കണ്ടിട്ട് കുറച്ച് സംസാരിച്ചേക്കാമെന്ന് കരുതി അവൻ അവളുമായി സംസാരിക്കുകയും അവൾ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നു. അവന് പെണ്ണുങ്ങളെ വളയ്ക്കാൻ പ്രത്യേക കഴിവാണ്. നിങ്ങൾ ആയുധങ്ങളാണല്ലോ വിൽക്കുന്നത്, മരണത്തിന്റെ കച്ചവടക്കാരനാണെന്നാണ് നിങ്ങളെപ്പറ്റി ആളുകൾ പറയുന്നത്, ആളുകളെ കൊല്ലാൻ വേണ്ടിയുള്ള സാധനങ്ങളല്ലേ നിങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് പറയുമ്പോൾ സമാധാനം നിലനിർത്താൻ വേണ്ടി ആയുധങ്ങൾ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അങ്ങനെ ആയുധങ്ങളൊന്നും ഇല്ലാതെ തന്നെ ലോകത്ത് സമാധാനം വരുന്ന ആ ദിവസം ഞാൻ ഈ പണി നിർത്തിയിട്ട് ആശുപത്രികൾ കെട്ടിക്കൊള്ളാമെന്ന് അവൻ പറയുന്നു. എന്നാൽ അവൾ വീണ്ടും വീണ്ടും ഓരോ ചോദ്യങ്ങൾ ചോദിക്കുകയും അതിനെല്ലാം അവൻ മറുപടി പറഞ്ഞ് അവളെ കറക്കിയെടുക്കുകയും അങ്ങനെ അവളെയും കൊണ്ട് വീട്ടിലേക്ക് പോവുകയും ചെയ്യുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ ആരോ സംസാരിക്കുന്നത് കേട്ട് അവൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവിടെ മുഴുവൻ ടെക്നോളജി കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കമ്പ്യൂട്ടറാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ടോണിയുടെ വീട് ഒരു കടലിനോട് ചേർന്ന് മലഞ്ചെരുവിലാണ്. ഫുള്ള് ടെക്നോളജി കൊണ്ട് നിറഞ്ഞ ഒരു വീടാണത്. അങ്ങനെ അവൾ അതൊക്കെ നോക്കി നടക്കുന്നതിനിടെ ടോണിയുടെ ഹാൻഡായ ഒരു പെൺകുട്ടി അവിടേക്ക് വരികയും നിങ്ങളുടെ ഡ്രസ്സൊക്കെ അലക്കി റെഡിയാക്കി ഇട്ടിട്ടുണ്ട്, പുറത്ത് നിങ്ങൾക്ക് പോകാനുള്ള കാറും ഉണ്ട്, ഇപ്പൊ തന്നെ പൊക്കോളാൻ പറഞ്ഞുകൊണ്ട് അവൾ സാധനങ്ങളെല്ലാം കൊടുക്കുകയും ടോണി സ്റ്റാർക്കിന്റെ കാമുകിയായി ഇരിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോന്ന് അവൾ ചോദിക്കുമ്പോൾ കാമുകിയാവാനൊന്നും
പറ്റില്ല, ഒരു പെണ്ണിന്റെ കൂടെ കുറച്ചു നേരം മാത്രമേ അയാൾ നിൽക്കുള്ളൂ എന്നൊക്കെ അവൾ പറയുന്നു. അന്ന് ടോണി ഒരു കാറിന്റെ എഞ്ചിൻ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവന്റെ വർക്കിൽ സഹായിക്കാൻ വേണ്ടി റോബോട്ടും കമ്പ്യൂട്ടറും ഒക്കെ ഓരോന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനിടെ അവന്റെ PA പെപ്പർ അവിടേക്ക് വരികയും നിങ്ങൾക്ക് 10 മണിക്ക് എയർപോർട്ടിൽ എത്തേണ്ടതായിരുന്നു, ഇപ്പൊ തന്നെ സമയം പോയി, പെട്ടെന്ന് പോവാൻ പറയുമ്പോൾ അതെന്തിനായിരുന്നു എന്ന് ഞാൻ മറന്നുപോയെന്ന് അവൻ പറയുകയും അഫ്ഗാനിസ്ഥാനിൽ നിങ്ങൾ പുതുതായി ഉണ്ടാക്കിയ ആയുധം ടെസ്റ്റ് ചെയ്ത് കാണിക്കാനുണ്ട്, അതിനുവേണ്ടിയാണെന്നൊക്കെ അവൾ പറയുമ്പോൾ ഓ അതായിരുന്നു അല്ലേ, ശരി ഞാൻ പൊക്കോളാം, എന്തായാലും എന്റെ സ്വന്തം വിമാനമല്ലേ, ഞാൻ ചെല്ലുന്നവരെ കാത്തു കിടന്നോളുമെന്നൊക്കെ അവൻ പറയുകയും അങ്ങനെ അന്നവൻ നേരെ പാഞ്ഞ് വിമാനത്തിൽ കയറാനായി ചെല്ലുമ്പോൾ വിമാനം അവിടെ കാത്തു കിടക്കുകയാണ്. നീ 3 മണിക്കൂർ ലേറ്റായി, കുറച്ചുകൂടെ നേരത്തെ വന്നൂടെ എന്നൊക്കെ കൂട്ടുകാരൻ പറയുകയും അങ്ങനെ അവർ അവിടെ നിന്ന് അഫ്ഗാനിസ്ഥാനിലേക്ക് പോവുകയും ചെയ്യുന്നു. അങ്ങനെ അവൻ അഫ്ഗാനിസ്ഥാനിൽ എത്തിയിരിക്കുകയാണ്. അവിടെ അമേരിക്കയുടെ പട്ടാള മേധാവികളും അഫ്ഗാനിസ്ഥാന്റെ മേധാവികളും ഒക്കെ ഉണ്ട്. അങ്ങനെ അവരുടെ മുന്നിൽ അവൻ പുതുതായി കണ്ടെത്തിയ ആയുധം കാണിക്കാൻ പോവുകയാണ്. ഇത്തവണ ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ള ആയുധം അമേരിക്കയുടെ ശക്തി 10 മടങ്ങായി വർദ്ധിക്കും, ഒറ്റത്തവണ തൊടുത്തുവിട്ടാൽ ഒരു പ്രദേശം മുഴുവൻ ഇല്ലാതാവും, അത് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവൻ അവിടെ ഇരിക്കുന്ന ജെറീക്കോ മിസൈലുകൾ തൊടുത്തുവിട്ട് അവരെ കാണിക്കുന്നു. അത് നേരെ ദൂരേക്ക് ചെന്ന ശേഷം പല മിസൈലുകളായി വേർതിരിഞ്ഞ് ചെന്ന് വീഴുകയും ആ പ്രദേശം മുഴുവൻ ചാരമാക്കി കളയുകയും ചെയ്യുന്നു. വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ തന്നു, 500 മില്യണോ അതിലധികമോ വാങ്ങുന്നവർക്ക് സമ്മാനം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അവൻ നേരെ ചെന്ന് പട്ടാള വണ്ടിയിൽ കയറാനായി പോവുകയും അതിലിരിക്കുമ്പോൾ നമ്മളോടൊപ്പം വരാൻ ജെയിംസ് വിളിക്കുമെങ്കിലും വേണ്ട, ഇതിൽ യാത്ര ചെയ്യുന്നതിന്റെ സുഖം എനിക്കൊന്ന് അറിയണമെന്ന് പറഞ്ഞ് അവൻ പട്ടാളക്കാരോടൊപ്പം ആ വണ്ടിയിൽ കയറി അവിടെ നിന്ന് പോകുന്നു. പിന്നീടാണ് സിനിമയുടെ തുടക്കത്തിൽ കാണിച്ച ആ സംഭവങ്ങളെല്ലാം നടക്കുന്നത്. അതെല്ലാം കഴിഞ്ഞ് പിന്നീട് അവന്റെ ദേഹത്ത് ആരോ എന്തൊക്കെയോ ചെയ്യുകയും എന്തൊക്കെയോ പിടിപ്പിക്കുകയും ഒക്കെ ചെയ്യുകയും കുറെ നേരം കഴിഞ്ഞ് മയങ്ങിക്കിടക്കുന്ന അവൻ ബോധം തിരിച്ചു വന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ വയ്യാതെ എവിടെയോ കിടക്കുകയാണ്. അങ്ങനെ ദേഹത്തുള്ള സാധനങ്ങളൊക്കെ ഇളക്കി കഴിഞ്ഞ് അവിടെ നിന്ന് അവൻ വെള്ളം എടുക്കാനായി ശ്രമിക്കുന്നതിനിടെ ഒരാൾ അവിടെ നിൽക്കുകയാണ്. അനങ്ങാതെ കിടന്നില്ലെങ്കിൽ പണി കിട്ടുമെന്ന് അയാൾ പറയുന്നത് കേട്ട് അവൻ നോക്കുമ്പോൾ ഒരു വണ്ടിയുടെ ബാറ്ററിയിൽ നിന്ന് അവന്റെ ഹൃദയത്തിലേക്ക് എന്തോ കൊടുത്തിരിക്കുകയാണ്. എന്താണെന്ന് മനസ്സിലാവാതെ അവൻ തുണിയെല്ലാം വലിച്ചെടുത്ത് കളഞ്ഞു നോക്കുമ്പോൾ എന്തോ ഒരു സംഗതി അവന്റെ നെഞ്ചിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ അന്ന് അവൻ എഴുന്നേറ്റിരുന്ന് അയാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇതെന്താ ചെയ്തിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നിന്റെ ജീവൻ രക്ഷിച്ചതാണ്, വെടിയുടെയും ബോംബിന്റെ പാർട്സുമായി കുറെ സാധനങ്ങൾ നിന്റെ ദേഹത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നു, ദേ ഇതിലുണ്ട് ബോംബിന്റെ കുറെ ചീളുകൾ, ഇതൊക്കെ ഞാൻ നിന്റെ ദേഹത്തുനിന്ന് പുറത്തെടുത്തതാണ്, ഇനിയും കുറെ സാധനങ്ങൾ നിന്റെ ശരീരത്തിനകത്തുണ്ട്, അത് പതിയെ നിന്റെ ഹൃദയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, അത് പോകാതിരിക്കാൻ വേണ്ടി ഒരു ഇലക്ട്രോ മാഗ്നറ്റ് സെറ്റ് ചെയ്താണ് നിന്റെ നെഞ്ചത്ത് വെച്ചിരിക്കുന്നത്, അത് മാഗ്നറ്റായി പ്രവർത്തിക്കുന്നിടത്തോളം ആ ചീളുകൾ നിന്റെ ഹൃദയത്തിലേക്ക് കയറാതെ തടഞ്ഞു നിർത്തിക്കോളും, അതുള്ളിടത്തോളം നിനക്ക് ജീവൻ ഉണ്ടാവുമെന്നൊക്കെ അയാൾ പറയുകയും ഇതിനിടെ പുറത്തുനിന്ന് കുറെ തീവ്രവാദികൾ അവിടേക്ക് കയറി വരികയും അവരുടെ ഭാഷയിൽ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുകയും ചെയ്യും. അയാൾ പറയുന്നത് അമേരിക്ക കണ്ട എക്കാലത്തെയും ഏറ്റവും വലിയ കൊലപാതകയായ ടോണി സ്റ്റാർക്കിന് സ്വാഗതമെന്നാണ്, അവന് നിന്നോട് ബഹുമാനമുണ്ടെന്നാണ് പറയുന്നത്, നീ നേരത്തെ അവിടെ പ്രദർശിപ്പിച്ച ജെറീക്കോ മിസൈലുകൾ ഇവന് ഉണ്ടാക്കി കൊടുക്കണം, അതാണ് അവരുടെ ആവശ്യം എന്ന് പറയുമ്പോൾ അതിനെനിക്ക് സൗകര്യമില്ലെന്ന് ടോണി പറയുകയും ഇതോടെ അവന്മാർ അവനെ പിടിച്ചോണ്ടുപോയി കുറെ ടോർച്ചർ ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുന്നു. വെള്ളത്തിൽ മുക്കിയും അടിച്ചുമൊക്കെ ആകെ അവനെ ടോർച്ചർ ചെയ്യുകയും അതെല്ലാം കഴിഞ്ഞ് അവിടുന്ന് അവനെ പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. വെളിയിലെത്തുന്ന അവൻ നോക്കുമ്പോൾ അവിടെ മുഴുവൻ ആയുധങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. നോക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന ആയുധങ്ങളെല്ലാം അവന്റെ തന്നെ കമ്പനിയിൽ നിർമ്മിച്ച ആയുധങ്ങളാണ്. ഇതെല്ലാം എങ്ങനെ യവന്മാരുടെ കയ്യിൽ കിട്ടിയെന്ന് അവന് മനസ്സിലാവുന്നില്ല. ഉടൻ അയാൾ അവനോട് സംസാരിക്കാൻ തുടങ്ങുന്നു. അതെല്ലാം മറ്റേയാൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നിന്റെ അവസാനത്തെ അവസരമാണിത്, ജെറീക്കോ മിസൈൽ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം, അത് ഉണ്ടാക്കാൻ ആവശ്യമായ എല്ലാ സാധനങ്ങളും ഞങ്ങൾ ഇവിടെ എത്തിക്കും, നീ പറയുന്ന എല്ലാ സാധനങ്ങളും തരും, അത് വെച്ച് നമുക്ക് ജെറീക്കോ മിസൈൽ ഉണ്ടാക്കി തരികയാണെങ്കിൽ നിന്നെ വെറുതെ വിടാമെന്ന് അവർ പറയുകയും ശരി എങ്കിൽ പിന്നെ ഉണ്ടാക്കി തരാമെന്ന് അവൻ പറയുകയും ചെയ്യുന്നു. അങ്ങനെ അന്ന് മുഴുവൻ മറ്റെന്ത് ചെയ്യുമെന്നറിയാതെ ടോണി ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്റെ ജീവിതകാലം മുഴുവൻ പ്രയത്നിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആയുധങ്ങളെല്ലാം ഈ തീവ്രവാദികളുടെ കയ്യിലുണ്ട്, നീ ഇനി ജെറീക്കോ മിസൈൽ കൂടി യവന്മാരുടെ കയ്യിൽ ഉണ്ടാക്കി കൊടുത്താലും അവർ നിന്നെ കൊല്ലും, എല്ലാം കൂടി ഈ വില്ലന്മാരുടെ കയ്യിൽ കൊടുത്തിട്ട് എന്തിനാണ് മരിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഇതല്ലാതെ വേറെ വഴിയില്ലെന്നൊക്കെ ടോണി പറയുകയും അവർ ആവശ്യത്തിനുള്ള സാധനങ്ങൾ തരും, അത് വെച്ച് രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴി കണ്ടെത്താൻ പറ്റുമോ എന്ന് അയാൾ ചോദിക്കുകയും അവൻ അതിനെപ്പറ്റി ആലോചിക്കുകയും ചെയ്യും. അങ്ങനെ അടുത്ത ദിവസം അവൻ പറയുന്ന സാധനങ്ങളെല്ലാം അവർ അവിടെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന് എന്തൊക്കെ വേണമെന്നുള്ളതെല്ലാം അവൻ ഡീറ്റെയിൽ ആയിട്ട് പറയുകയും അങ്ങനെ സാധനങ്ങളെല്ലാം കിട്ടിയ ശേഷം അവൻ പണി തുടങ്ങുകയും ചെയ്യുന്നു. അവർ റൂമിനുള്ളിലിരുന്ന് പണി ചെയ്യുന്നത് ക്യാമറയിലൂടെ മറ്റവന്മാർ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ സാധനങ്ങൾ വെച്ച് മണിക്കൂറുകളോളം അവർ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇതെല്ലാം അവർ ഷിഫ്റ്റ് പോലെ മാറി മാറി നോക്കിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഓരോ ദിവസം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് അവർ വർക്ക് ചെയ്യുകയും ചെയ്ത് 2 ദിവസത്തിനുള്ളിൽ ഒരു സാധനം അവൻ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നു. ഇത് കണ്ടിട്ട് ജെറീക്കോ മിസൈൽ ആയിട്ട് തോന്നുന്നില്ലല്ലോ എന്ന് അയാൾ പറയുമ്പോൾ ഇതൊരു ചെറിയ റിയാക്ടറാണ്, എന്റെ ഹൃദയത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്ത സാധനമാണ്, ആദ്യം എന്റെ ജീവൻ നിലനിർത്താനല്ലേ നോക്കേണ്ടെന്നൊക്കെ അവൻ പറയുകയും ശരി ഇനി രക്ഷപ്പെടാൻ എന്താണ് വഴിയുള്ളതെന്ന് അയാൾ ചോദിക്കുമ്പോൾ അവൻ ഓരോരോ പേപ്പർ കൊണ്ടുവന്ന് നിരത്തി വെക്കുകയും ഇതെന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ അവന്മാർക്ക് മനസ്സിലാവാതിരിക്കാൻ വേണ്ടി പല പേപ്പറിൽ എഴുതിയതാണ്, നിവർത്തി വെച്ച് നോക്കിയാൽ മതി എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ഒരു സ്യൂട്ടാണ് അവന്റെ പ്ലാൻ. അങ്ങനെ അന്ന് ടോണി
ടോണിയും മറ്റേയാളും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ സ്ഥലത്തെ പറ്റി ചോദിക്കുമ്പോൾ എന്റെ പേര് ഇൻസീൻ എന്നാണ്, ഞാൻ ഗുൽമിറ എന്ന് പറയുന്ന ഗ്രാമത്തിലുള്ള ആളാണ്, അവിടെ നിന്ന് ഇവരെന്നെ തട്ടിക്കൊണ്ടുവന്നതാണ്. നിങ്ങൾക്ക് കുടുംബം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട്, ഇവിടുന്ന് രക്ഷപ്പെട്ടിട്ട് വേണം അവരെയൊക്കെ ഒന്ന് കാണാൻ. നിങ്ങൾക്ക് കുടുംബം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല, ഒറ്റപ്പെട്ട ജീവിതമാണെന്ന് അവൻ പറയുകയും അങ്ങനെ അന്നു മുതൽ അവർ സ്യൂട്ട് ഉണ്ടാക്കാനുള്ള പരിപാടികൾ തുടങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ ഓരോ ദിവസവും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പാർട്ടായിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ അവരെന്താണ് ഉണ്ടാക്കുന്നതെന്ന് കൃത്യമായിട്ട് മറ്റവന്മാർക്ക് മനസ്സിലാവുന്നില്ല. ഈ ചിത്രത്തിലുള്ളതുപോലെയൊന്നും അല്ലല്ലോ അവന്മാർ ഉണ്ടാക്കുന്നതെന്ന് പറയുമ്പോൾ അത് പരിഷ്കരിച്ച പുതിയ മോഡലായിരിക്കും എന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ദിവസങ്ങൾ കഴിയുന്നതോടെ അതിന്റെ സ്ട്രക്ചറും കാര്യങ്ങളും എല്ലാം പൂർത്തിയാവുകയും ഇതോടെ അവർ തിരിച്ചറിയുന്നതിന് മുമ്പ് എത്രയും വേഗം അത് ഇടാൻ വേണ്ടി ടോണി തയ്യാറാവുകയും അവരുടെ ക്യാമറയിൽ പെടാത്ത തരത്തിൽ അതൊക്കെ ഇട്ട് സെറ്റ് ആവുകയും ചെയ്യുന്നു. അവർ ക്യാമറയിൽ വന്ന് നോക്കുമ്പോൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടെന്ന് മാത്രമേ അറിയാൻ കഴിയുന്നുള്ളൂ, എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അവരാണെങ്കിൽ എല്ലാ സാധനങ്ങളും കൃത്യമായി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോഴേക്കും എന്തോ പന്തികേടുണ്ടെന്ന് അവരുടെ മെയിൻ നേതാവിന് മനസ്സിലാവുകയും അവരെ ഒന്ന് പോയി നോക്കാൻ പറയുന്നത് കേട്ട് രണ്ടമ്മമാർ അങ്ങോട്ട് പോകുന്നു. അവർ ഓടിച്ചെന്ന് പുറത്തുനിന്ന് വിളിച്ചു നോക്കുമെങ്കിലും ഇത്തവണ അവർ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അവർ എത്രയും വേഗം സ്യൂട്ട് കറക്റ്റ് ചെയ്തിടാനുള്ള പരിപാടിയിലാണ്. മറ്റവന്മാർ നിൽക്കുന്ന ഡോറിന്റെ അടുത്ത് അവർ ബോംബൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വിളിച്ചിട്ട് തുറക്കാത്തത് കൊണ്ട് അവന്മാർ ആ ഡോർ തുറക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു പൊട്ടിത്തെറി ഉണ്ടാവുകയും അവർ തെറിച്ച് വീഴുകയും ചെയ്യുന്നു. ഇത് കണ്ട് എല്ലാവരോടും പെട്ടെന്ന് ചെല്ലാൻ നേതാവ് വിളിച്ചു പറയുകയും ഇതോടെ എല്ലാ അവന്മാരും കൂടി ഓടി അങ്ങോട്ട് പോവുകയും ചെയ്യുന്നു. എല്ലാം തകർന്നു, ഇപ്പൊ അവന്മാരെല്ലാം കൂടി ഇങ്ങോട്ട് വരും. അതിനു മുമ്പ് ഇതൊന്ന് കറക്റ്റ് ചെയ്യാൻ പറയുകയും അങ്ങനെ അയാൾ കമ്പ്യൂട്ടറിൽ പവർ കൊടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ അതിന് നല്ല സമയം എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞെങ്കിലേ നിനക്ക് ഇറങ്ങാൻ പറ്റൂ, അതുവരെ ഞാൻ പോയി അവന്മാരെ തടഞ്ഞു നിർത്താമെന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് അവിടെ നിന്നൊരു തോക്കുമെടുത്ത് ആളുകളുടെ ഇടയിലേക്ക് അവന്മാരുടെ ശ്രദ്ധ തിരിക്കാനായി ഇൻസീൻ പോയിരിക്കുകയാണ്. എന്നാൽ അയാൾ അവന്മാരെയൊക്കെ പേടിപ്പിച്ച് ഓടിക്കുമെങ്കിലും ഒരു സ്ഥലത്തെത്തുമ്പോൾ എല്ലാവരും കൂടി അയാളെ വളഞ്ഞിരിക്കുന്നു. അപ്പോഴേക്കും ടോണി നിൽക്കുന്ന സ്ഥലത്ത് പവർ ഫുള്ള് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. പിന്നീട് മറ്റവന്മാരെല്ലാം അവിടേക്ക് എത്തി നോക്കുമ്പോൾ എല്ലാം തകർന്നു കിടക്കുന്നത് കണ്ട് ടോണി എവിടെ ഉണ്ടെന്ന് നോക്കാൻ കൂടെയുള്ളവന്മാരെ തള്ളി പറഞ്ഞ് വിടുകയും അങ്ങനെ അവന്മാർ പതിയെ ഉള്ളിലേക്ക് കയറി അവിടെയൊക്കെ നോക്കുമെങ്കിലും ആരെയും കാണുന്നില്ല. അപ്പോഴേക്കും ടോണി തയ്യാറായിരിക്കുകയാണ്. ഇതിനിടെ അവൻ നോക്കുമ്പോൾ ഒരു വെട്ടം കാണുകയും ആരോ തന്നെ ഇടിച്ച് തെറിപ്പിക്കുന്നതോടെ അവന്മാർ പട്ടപ്പട്ടെ വെടിവെപ്പ് തുടങ്ങുകയും ചെയ്യുന്നു. എന്നാൽ അവിടെയെങ്ങും ആരെയും കാണുന്നതുമില്ല. പെട്ടെന്ന് ഒരു രൂപം തൊട്ടടുത്ത് വന്ന് അവന്മാരൊക്കെ ഇടിച്ച് പറത്തുകയും ഒരു ഉരുക്ക് മനുഷ്യൻ പുറത്തേക്ക് ഇറങ്ങി വരികയും ചെയ്യുന്നു. ഇത് കണ്ട് പുറത്തുള്ളവന്മാരൊക്കെ വെടിവെക്കുമെങ്കിലും അവൻ പാഞ്ഞവിടേക്ക് വന്ന് എല്ലാത്തിനെയും അടിച്ച് തെറിപ്പിക്കുകയും മുന്നോട്ട് പോയി ഓപ്പോസിറ്റ് വരുന്നവന്മാരെല്ലാം തീർക്കുകയാണ്. ബുള്ളറ്റ് പ്രൂഫ് സ്റ്റീൽ ആയതുകൊണ്ട് തന്നെ ആരുടെയും വെടിയൊന്നും ഏൽക്കുന്നില്ല. ഇതിനിടെ അവന്മാരെല്ലാം ഓടിച്ചെന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുകയും ഒരുത്തൻ മാത്രം ഉള്ളിലായി പോവുകയും മറ്റവന്മാർ ഡോർ അടയ്ക്കുകയും ചെയ്യുന്നു. ഇതോടെ അവനാകെ പെട്ടുപോവുകയും പുറത്ത് നിൽക്കുന്നവന്മാർ നോക്കുമ്പോൾ പെട്ടെന്ന് അകത്ത് എന്തോ സംഭവിച്ച് ശബ്ദം ഇല്ലാതാവുകയും ചെയ്യുന്നു. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാവാതെ അവർ പേടിച്ച് നിൽക്കുമ്പോൾ വാതിലെല്ലാം കൂടി പൊളിച്ചുകൊണ്ട് അവൻ ഇറങ്ങി വരികയും മുന്നോട്ട് നീങ്ങുകയും ചെയ്യുന്നു. ഈ സമയം ഗ്രനേഡ് ലോഞ്ചറിൽ ബുള്ളറ്റൊക്കെ ഇട്ട് മെയിൻ നേതാവ് റെഡിയായി വാതിലിന്റെ അവിടെ വന്ന് നിൽക്കുകയാണ്. അപ്പോഴേക്കും ടോണി പുറത്തേക്ക് ഇറങ്ങി വന്ന് നോക്കുമ്പോൾ ഇൻസീൻ അവിടെ മരിക്കാറായി കിടക്കുന്നു. അപ്പോഴേക്കും മറ്റവൻ ഗ്രനേഡ് അടിച്ചു വിടുകയും ഇത് കണ്ട് അവനിൽ നിന്ന് രക്ഷപ്പെടാനായി തന്റെ കയ്യിലുള്ള റോക്കറ്റ് ലോഞ്ചർ അടിച്ചു വിടുന്നതോടെ ബിൽഡിംഗ് എല്ലാം ഇടിഞ്ഞ് അയാൾ താഴെ വീഴുന്നു. ഇതോടെ ടോണി നേരെ ഇൻസീന്റെ അടുത്ത് നിന്ന് വാ നമുക്ക് രക്ഷപ്പെടാം, നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ നടക്കുമെന്നൊക്കെ പറയുമ്പോൾ ഇനി പ്ലാനൊന്നും നടക്കില്ല, ഞാൻ മരിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയുകയും നിങ്ങൾക്ക് വീട്ടുകാരെ കാണണ്ടേ, അതിന് നമുക്ക് ഇവിടെ നിന്ന് പോകാമെന്ന് പറയുമ്പോൾ എന്റെ വീട്ടുകാരെല്ലാം മരിച്ചുപോയി, ഇപ്പൊ അവരുടെ അടുത്തേക്കാണ് ഞാനും പോകാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് അയാൾ കിടക്കുമ്പോൾ ഇനി മറ്റൊന്നും ചെയ്യാനില്ലെന്ന് മനസ്സിലാക്കി എന്റെ ജീവൻ രക്ഷിച്ചതിന് നന്ദിയുണ്ടെന്ന് സ്റ്റാർക്ക് പറയുകയും ഇത്രയും ത്യാഗപ്പെട്ട് കിട്ടിയ നിന്റെ ജീവൻ ഇനി പാഴാക്കി കളയരുത്, നല്ല രീതിയിൽ ജീവിക്കണമെന്ന് പറയുകയും അയാൾ മരിക്കുകയും ചെയ്യും. ഇതോടെ അവന് ദേഷ്യം വരികയും അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരികയും ചെയ്യുന്നു. വെളിയിലാണെങ്കിൽ എല്ലാവരും തോക്കും പിടിച്ച് നിൽക്കുകയാണ്. അവൻ പുറത്തെത്തുന്നതോടെ എല്ലാവരും കൂടി ചട്ടപ്പട്ടെ വെടിവെക്കാൻ തുടങ്ങുകയും എന്നാൽ അപ്പോഴേക്കും ടോണി കയ്യിൽ നിന്ന് തീ ചീറ്റാൻ തുടങ്ങുകയും അവിടെ നിൽക്കുന്നവന്മാരെ എല്ലാം കത്തിക്കുകയും അവിടെ ഇരുന്ന എല്ലാ ആയുധങ്ങളും നശിപ്പിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഒരു ദാക്ഷിണ്യവുമില്ലാതെ എല്ലാം കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെയുള്ള ആയുധങ്ങൾ മുഴുവൻ കത്തിച്ച് മുന്നോട്ട് വരുമ്പോൾ മുകളിൽ നിൽക്കുന്ന ഒരുത്തൻ മൗണ്ടഡ് ഹെവി മെഷീൻ ഗൺ ഉപയോഗിച്ച് ടോണിയെ ചാറപ്പറ അടിക്കാൻ തുടങ്ങുകയും എന്നാൽ അതിന്റെ അടിയേറ്റ് അവന് മുന്നോട്ട് പോകാൻ കഴിയാതെ ആകെ ബുദ്ധിമുട്ടുമ്പോഴേക്കും മറ്റവന്മാരെല്ലാം കൂടി കൂട്ടത്തോടെ വന്ന് അവനെ ചാട്ടപ്പട്ടെ അടിക്കാൻ തുടങ്ങുന്നു. അതോടൊപ്പം അവിടുത്തെ തീ മുഴുവൻ കത്തുകയും എല്ലാം കൂടി പൊട്ടിത്തെറിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നതോടെ അവന് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ആകെ ബുദ്ധിമുട്ടാവുകയും ഇതോടെ രണ്ടും കൽപ്പിച്ച് പുതിയൊരു സാധനം കൂടി പുറത്തെടുത്ത് കത്തിക്കുന്നതോടെ അവൻ അവിടെ നിന്ന് പറന്ന് മുകളിലേക്ക് പോവുകയും എല്ലാം പൊട്ടിത്തെറിക്കുന്നതിന്റെ ഇടയിലൂടെ അവൻ പാഞ്ഞ് മുകളിലേക്ക് ചെല്ലുമ്പോഴേക്കും അത് ഏകദേശം തീരുമാനമാവുകയും നേരെ ചെന്ന് അവിടെയുള്ള മരുഭൂമിയിൽ ഇടിച്ചിറങ്ങി എല്ലാം കൂടെ തകർന്നു വീണ് അവിടെ കിടക്കുകയും ചെയ്യുന്നു. പിന്നീട് എങ്ങനെയെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെട്ട ആശ്വാസത്തിൽ അവൻ പതിയെ പുറത്തേക്കൊക്കെ നോക്കി കിടക്കുകയും അങ്ങനെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് നടന്ന് മുന്നോട്ട് നീങ്ങാൻ തുടങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ ആ മരുഭൂമിയിലൂടെ എങ്ങോട്ടെന്നില്ലാതെ മുന്നോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ദൂരം പിന്നിട്ട് പോകുമ്പോഴേക്കും നോക്കുമ്പോൾ അവനെ അന്വേഷിച്ച്
വന്ന അമേരിക്കൻ ഹെലികോപ്റ്ററുകൾ അവൻ കാണുകയും ഇത് കണ്ട് അവന് ആശ്വാസമായി അവിടെ നിൽക്കുമ്പോഴേക്കും അവർ അവിടെ വന്ന് പറന്നിറങ്ങുകയും അതിൽ നിന്ന് പട്ടാളക്കാർ ഇറങ്ങി വരികയും ചെയ്യുന്നു. അത് അവന്റെ കൂട്ടുകാരനായ ജെയിംസ് ആണ്. പട്ടാള വണ്ടിയുടെ എൻജോയ്മെന്റ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അവൻ ചോദിക്കുകയും എന്തായാലും ഇനി മുതൽ നീ എന്റെ കൂടെ യാത്ര ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞ് അവനെ രക്ഷപ്പെടുത്തി അവർ നേരെ അവിടെ നിന്ന് തിരിച്ച് അമേരിക്കയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അങ്ങനെ എയർപോർട്ടിലെത്തി അവൻ വിമാനത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ പെപ്പറും മറ്റുള്ളവരും ഒക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അവൻ നേരെ അവളുടെ അടുത്തേക്ക് ചെല്ലുകയും കണ്ണെന്താ ചുവന്നിരിക്കുന്നത്, കുറെ നാളായിട്ട് ബോസിനെ കാണാത്തതിന്റെ വിഷമമാണോ എന്നൊക്കെ ചോദിക്കുകയും അവനെ കണ്ടതിൽ അവൾക്ക് വലിയ ആശ്വാസമാവുകയും ചെയ്യുന്നു. അങ്ങനെ വണ്ടിയിൽ കയറുമ്പോൾ എങ്ങോട്ടാ പോകേണ്ടതെന്ന് അയാൾ ചോദിക്കുകയും ആദ്യം എനിക്ക് വേണ്ടത് ഒരു ചീസ് ബർഗർ ആണ്, പിന്നെ നേരെ പത്രസമ്മേളനത്തിന് വേണ്ടി പോകണം. നേരെ വണ്ടി എടുക്കാൻ അവൻ പറയുകയും അങ്ങനെ അവിടെ നിന്ന് ആർമിയുടെ പത്രസമ്മേളനം നടത്തുന്ന സ്ഥലത്തേക്ക് നേരെ ചെല്ലുകയും ചെയ്യുന്നു. ഒബാഡിയ അവിടെ വന്ന് അവനെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും അവിടെ നിന്ന് ബർഗറുമായി അവൻ നേരെ ഉള്ളിലേക്ക് പോവുകയും ചെയ്യുന്നു. പത്രസമ്മേളനത്തിനായി എല്ലാവരും റെഡിയാണ്. അങ്ങനെ അവൻ നേരെ അവിടെ ചെന്ന് സംസാരിക്കാനായി തറയിലിരിക്കുകയും നിങ്ങൾ എല്ലാവരും ഇരുന്നോ, അപ്പൊ നമുക്ക് ഇരുന്ന് സംസാരിക്കാമല്ലോ എന്ന് പറഞ്ഞ് എല്ലാവരെയും തറയിലിരുത്തി അവൻ സംസാരിക്കാൻ തുടങ്ങുന്നു. ഈ സമയം പെപ്പറിന്റെ അടുത്ത് ഒരാൾ വരികയും ഞാൻ ഏജന്റ് ഫിൽ കോൾസൺ, ഒരു അന്വേഷണ ഏജൻസിയാണ്, എങ്ങനെയാണ് സ്റ്റാർക്ക് രക്ഷപ്പെട്ടു വന്നതെന്ന് ഞങ്ങൾക്കൊന്ന് അറിയണമെന്ന് പറയുമ്പോൾ CIA FBI തുടങ്ങി ഒരുപാട് അന്വേഷണ ഏജൻസികൾ നമ്മളെ കോൺടാക്ട് ചെയ്തിരുന്നു എന്ന് പറയുമ്പോൾ അതുപോലത്തെ ഏജൻസി അല്ല, നമ്മൾ ഒരു പ്രത്യേകതരം രഹസ്യാന്വേഷണ ഏജന്റുമാരാണ്, അസാധാരണമായ സംഭവങ്ങളെ പറ്റിയാണ് ഞങ്ങൾ അന്വേഷിക്കുന്നതെന്നൊക്കെ അയാൾ പറയുകയും അത് ഞാൻ പറയാം, ഒന്ന് വെയിറ്റ് ചെയ്യാൻ അവൾ പറയുന്നു. അവിടെയാണെങ്കിൽ സ്റ്റാർക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്റെ കമ്പനിയിൽ ഒരുപാട് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു, ലോക സമാധാനത്തിനും നല്ലതിനും വേണ്ടിയാണ് നമ്മുടെ ആയുധങ്ങൾ ഉപയോഗിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ അതെല്ലാം തെറ്റായിരുന്നു. ഞാൻ ഉണ്ടാക്കിയ ആയുധങ്ങൾ ലോകത്തിന് നന്മയല്ല സമ്മാനിക്കുന്നത്, പകരം തെറ്റായ കരങ്ങളിലേക്കും കൂടി എന്റെ ആയുധം എത്തുന്നുണ്ട്. അതിനാൽ സ്റ്റാർക്ക് ഇൻഡസ്ട്രീസിന്റെ ആയുധ നിർമ്മാണ കമ്പനി അടച്ചുപൂട്ടാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും ചാടി എഴുന്നേൽക്കുകയും ഒബാഡിയ അവനെ എങ്ങനെയെങ്കിലും സമാധാനിപ്പിച്ച് അവിടുന്ന് പറഞ്ഞു വിടുകയും അദ്ദേഹം പറഞ്ഞതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട, ഇതിനെപ്പറ്റിയൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലും അവരെ ഒഴിച്ചുവിടുന്നു. പിന്നീട് അയാൾ വളരെ ദേഷ്യത്തോടെ സ്റ്റാർക്കിനെ കാണാനായി കമ്പനിയുടെ ഉള്ളിലേക്ക് ചെല്ലുന്നു. അവിടെയുള്ള വലിയൊരു റിയാക്ടറിന്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ് ടോണി. നീ എന്തായാലും ഒരു മുട്ടം പണിയാണ് തന്നത്, പത്രക്കാരുടെ മുന്നിൽ വെച്ച് കമ്പനി അടച്ചുപൂട്ടാൻ പോകുന്നു പറഞ്ഞതുകൊണ്ട് നാളെ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയൊരു ഇടിവ് സംഭവിക്കും, നീ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ നല്ല കാര്യങ്ങളല്ല ചെയ്യുന്നത്, ആളും തരവും നോക്കാതെ ആയുധങ്ങൾ വിൽക്കുന്നതായി ഞാൻ കണ്ടു, എന്നെ തീവ്രവാദികൾ പിടിച്ചപ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്നതെല്ലാം നമ്മുടെ കമ്പനിയിൽ നിന്ന് വിറ്റ ആയുധങ്ങളാണ്, അങ്ങനെയുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയല്ല ആയുധങ്ങൾ ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ നീ അതിനെപ്പറ്റി ഓർത്തൊന്നും തല പുണ്ണാക്കണ്ട, നമുക്ക് മാക്സിമം സാധനം സെയിൽ ചെയ്യുക എന്നുള്ളതാണ് ആവശ്യം, നമ്മുടെ മുന്നിൽ ഈ ആർക്ക് റിയാക്ടർ ടെക്നോളജി ഉണ്ട്, ഇത് വെച്ച് കിടിലൻ ആയുധങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ അതിനൊന്നും എന്നെ കിട്ടില്ല, ലോകത്ത് സമാധാനത്തിന് വേണ്ടി ആയുധങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ട് സമാധാനം നഷ്ടപ്പെടുത്താനുള്ള ആയുധങ്ങൾ നമ്മൾ തന്നെയാണ് കൊടുക്കുന്നതെന്നൊക്കെ പറയുകയും അതൊക്കെ അവിടെ ഇരിക്കട്ടെ, നീ നമ്മുടെ ഈ ആർക്ക് റിയാക്ടർ ടെക്നോളജി ഉപയോഗിച്ച് ഒരു സാധനം ഹൃദയത്തിൽ പിടിപ്പിച്ചിട്ടുണ്ടെന്ന് കേട്ടല്ലോ, അതൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് അവൻ അത് കാണിച്ചു കൊടുക്കുകയും നീ പ്രസ് മീറ്റിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിട്, നമ്മൾ ഒന്നിച്ചാൽ ഈ ലോകം തന്നെ കീഴടക്കാൻ പറ്റും, നമുക്ക് വീണ്ടും ആയുധങ്ങൾ തന്നെ ഉണ്ടാക്കാം, നീ എന്റെ കൂടെ ഒന്ന് നിന്ന് തന്നാൽ മതി എന്നൊക്കെ അയാൾ പറയുന്നു. അങ്ങനെ അടുത്ത ദിവസം TV ഒക്കെ കണ്ടുകൊണ്ടിരുന്ന പെപ്പറിനെ ടോണി കോൾ ചെയ്ത് വർക്കിംഗ് സ്റ്റേഷനിലേക്ക് ചെല്ലാൻ പറയുന്നു. അങ്ങനെ അവൾ എന്താണ് കാര്യമെന്നറിയാനായി അവന്റെ വർക്കിംഗ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ നിന്റെ ചെറിയൊരു സഹായം ആവശ്യമുണ്ട്, എന്റെ നെഞ്ചത്ത് ഘടിപ്പിച്ചിരിക്കുന്ന സാധനത്തിന്റെ പുതുക്കിയ ഒരു ടെക്നോളജിയുള്ള സാധനം ഞാൻ ഉണ്ടാക്കി, ഇത് മാറ്റി ഫിറ്റ് ചെയ്യണം, ആദ്യം ഇത് ഊരിയെടുത്ത് മാറ്റണം, ഇനി നീ ചെയ്യേണ്ടത് ഈ പുതിയ സാധനം എന്റെ നെഞ്ചിനുള്ളിലേക്ക് ഘടിപ്പിക്കണം, സൈഡിലൊന്നും തൊടാതെ ഒരു ഓപ്പറേഷൻ ചെയ്യുന്ന പോലെ ആദ്യം ഉള്ളിലുള്ള വയർ സാവധാനം പുറത്തെടുക്കാൻ അവൻ പറയുകയും അങ്ങനെ അവൾ വളരെ പേടിച്ച് എങ്ങനെയെങ്കിലും നെഞ്ചിനുള്ളിലേക്ക് കൈയിട്ട് ഒരുവിധം അവൻ പറയുന്ന ആ വയറ് വലിച്ച് പുറത്തേക്ക് എടുത്ത് മാറ്റി വെക്കുകയും ഇനി കൃത്യമായിട്ട് ഈ സാധനം എത്രയും പെട്ടെന്ന് എന്റെ ഉള്ളിലേക്ക് കണക്ട് ചെയ്യാൻ പറയുകയും അങ്ങനെ അവൾ വളരെ പേടിയോടെ ഒരുവിധം അത് ഉള്ളിലേക്ക് ആദ്യം കണക്ട് ചെയ്ത ശേഷം ആ സാധനം കൃത്യമായി അവന്റെ നെഞ്ചത്ത് വെക്കുകയും ഇതോടെ അവനിപ്പോ നല്ല പവറുള്ള കിടിലൻ സാധനം നെഞ്ചത്ത് വെച്ച് എല്ലാം ക്ലിയർ ആവുകയും ചെയ്യുന്നു. ഇനി മേലാൽ ഇതുപോലുള്ള പരിപാടിക്ക് എന്നെ വിളിച്ചു പോകരുതെന്ന് പറഞ്ഞ് അവൾ പോകുമ്പോൾ ഈ പഴയ സാധനം എന്ത് ചെയ്യണമെന്ന് പറയുകയും അത് നശിപ്പിച്ച് കളഞ്ഞേരെ, ഇനി അതിന്റെ ആവശ്യമില്ലെന്ന് അവൻ പറയുന്നു. ശേഷം അന്ന് പട്ടാളത്തിൽ ജെയിംസിന്റെ അടുത്തേക്ക് ചെന്ന് അവൻ സംസാരിക്കുകയാണ്. നീ ആ പത്രസമ്മേളനത്തിൽ വെച്ച് ആയുധമുണ്ടാക്കുന്നത് നിർത്താൻ പോവുകയാണെന്ന് പറഞ്ഞല്ലോ, നിന്റെ മനസ്സ് മാറിയോ അതോ നീ കാര്യമായിട്ട് പറഞ്ഞതാണോ എന്ന് അവൻ ചോദിക്കുമ്പോൾ എടാ അത് കാര്യമായിട്ട് പറഞ്ഞതാണ്, എനിക്ക് വേറെ കുറച്ച് പദ്ധതികളുണ്ട്, ഇപ്പോൾ അതിന്റെ വർക്കിലാണെന്ന് പറയുമ്പോൾ നിനക്ക് ശരിക്കും വട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്, നല്ലപോലെ പോയിക്കൊണ്ടിരുന്ന കമ്പനിയിൽ നിന്ന് ഇങ്ങനൊരു തീരുമാനം എന്തിനാടാ എടുത്തേ, എന്തായാലും നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. യഥാർത്ഥത്തിൽ അന്ന് മുതൽ ടോണി പുതിയൊരു സ്യൂട്ട് ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. അതിന്റെ പ്രോട്ടോടൈപ്പ് ഒക്കെ റെഡിയാക്കി അവൻ ഡിസ്പ്ലേ ചെയ്ത് നോക്കുകയും അത് ഏതൊക്കെ രീതിയിൽ ക്ലിയർ ചെയ്യണമെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. അപ്പോഴേക്കും മറ്റേ മരുഭൂമിയിൽ അവന്റെ സ്യൂട്ട് തകർന്നു വീണ സ്ഥലത്ത് തീവ്രവാദികൾ ചെക്ക് ചെയ്യുകയും ആ സാധനം മണ്ണിനടിയിൽ നിന്നൊക്കെ അവർ കണ്ടെത്തുകയും ചെയ്യുന്നു. അവരുടെ നേതാവായ മറ്റവനും അവിടെയുണ്ട്, അവൻ മരിച്ചിട്ടില്ല. അവന്റെ കയ്യിൽ ഈ സാധനം കൊണ്ടുചെന്ന് അവർ ഏൽപ്പിക്കുകയും അതവൻ നോക്കിക്കൊണ്ട് നിൽക്കുകയും ചെയ്യുന്നു. ഓരോ ദിവസം കഴിയുന്തോറും സ്യൂട്ടിന്റെ പണി കറക്റ്റായി ടോണി ചെയ്തുകൊണ്ടിരിക്കും.
ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവന് പ്രത്യേക ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ സ്യൂട്ട് ഉണ്ടാക്കുന്നത്. അങ്ങനെ അതിന്റെ കാലും സാധനങ്ങളും ഒക്കെ റെഡി ആവുകയും റോബോട്ടുകളുടെ എല്ലാം സഹായത്തോടെ ക്യാമറയൊക്കെ ഓണാക്കി വെച്ച് എല്ലാം ക്ലിയർ ആയിക്കൊണ്ട് അത് പറക്കുമോ ഇല്ലെന്ന് അവൻ ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും. അങ്ങനെ ആദ്യം ടെസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ പല അപകടങ്ങളും അവന് പറ്റുന്നുണ്ട്. അങ്ങനെ ഓരോ ദിവസവും അതിന് എന്തൊക്കെ പ്രശ്നമുണ്ടെന്നും അതിന് എന്തൊക്കെ ചെയ്യണമെന്നും ഉള്ളത് വെച്ച് അതിന്റെ ഓരോ പാർട്സായി ഉണ്ടാക്കുകയും അന്ന് അവന്റെ പരീക്ഷണശാലയിലേക്ക് വരുന്ന പെപ്പർ നോക്കുമ്പോൾ നീ ആയുധങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ നിർത്തിയെന്നല്ലേ പറഞ്ഞത്, ഇതൊക്കെ എന്താന്ന് ചോദിക്കുകയും ഇത് പറക്കാനുള്ളൊരു സ്യൂട്ട് മാത്രമാണ്, ഇതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ലെന്ന് പറയുകയും ചെയ്യുന്നു. അങ്ങനെ അന്ന് അവനെ കാണാൻ ഒബാഡിയ വീട്ടിലേക്ക് വരികയും നിനക്ക് വേണ്ടി ഞാൻ പിസ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്, അതെടുത്ത് കഴിക്കേ, പിന്നെ കുറച്ച് കാര്യങ്ങൾ പറയാനാ വന്നത്. ഇന്ന് കമ്പനിയിൽ ഡയറക്ടർ ബോർഡ് മീറ്റിംഗ് ആയിരുന്നു, നിനക്ക് ചെറിയ വട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്, അതുകൊണ്ട് നിന്നെ കമ്പനിയിൽ നിന്ന് പുറത്താക്കാൻ നോക്കുകയാണെന്ന് പറയുമ്പോൾ അതെങ്ങനെ നടക്കും, എനിക്കും കമ്പനിയിൽ വലിയ ഷെയർ ഉള്ളതാ, അങ്ങനെ ഒറ്റയടിക്കൊന്നും എന്നെ പുറത്താക്കാൻ പറ്റില്ല, അതുപോലെ ഞാനില്ലാതെ ബോർഡ് മീറ്റിംഗ് നടത്താനും പാടില്ലെന്ന് പറയുകയും നീ ആ പ്രസ് മീറ്റ് നടത്തിയ കാരണം കമ്പനിയുടെ 50% ഷെയർ ഇടിഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ നിന്നെ കമ്പനി വെച്ചോണ്ടിരിക്കാൻ പറ്റില്ലെന്നാണ് എല്ലാവരുടെയും തീരുമാനം എന്നൊക്കെ അവർ പറയുകയും എന്തായാലും ഞാൻ ആയുധ നിർമ്മാണത്തിനില്ല, ഇതൊന്നും അംഗീകരിക്കാനും പറ്റില്ലെന്ന് പറയുമ്പോൾ എടാ ഞാൻ അതിൽ ചെന്ന് ഇടപെടാം, നിന്നെ കമ്പനിയിൽ പഴയതുപോലെ ആക്കാം, പക്ഷേ നീയും കൂടി എന്നോടൊപ്പം നിൽക്കണം, നീ വെച്ചിരിക്കുന്ന സാധനത്തെ അനലൈസ് ചെയ്യാൻ നമ്മുടെ എഞ്ചിനീയർമാരോട് പറയാം, എന്നിട്ട് ഇത് വെച്ച് പുതിയ സാധനങ്ങൾ നിർമ്മിക്കാമെന്നൊക്കെ പറയുമ്പോൾ അതൊന്നും വേണ്ട, ഇനി ഇത് വെച്ച് പുതിയ ആയുധങ്ങൾ ഉണ്ടാക്കി തീവ്രവാദികളുടെ കൈ കൊടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അവൻ പോകുമ്പോൾ നീ പുതിയ സാധനം ഉണ്ടാക്കുന്നത് കേട്ടല്ലോ, ഞാനൊന്ന് വന്ന് കണ്ടോട്ടെ എന്ന് ചോദിക്കുമെങ്കിലും അവൻ അതിന് സമ്മതിക്കുന്നില്ല. അങ്ങനെ അന്നവൻ വീണ്ടും ആ സ്യൂട്ടിന്റെ പറക്കലും സ്റ്റെബിലൈസേഷനും ഒക്കെ ചെക്ക് ചെയ്യാൻ നിൽക്കുകയാണ്. ഇത്തവണ വലിയ കുഴപ്പമൊന്നുമില്ലാതെ പറന്നു പൊങ്ങി നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിലും അങ്ങോട്ട് കറക്റ്റ് ആവുന്നില്ല. അങ്ങനെ അവൻ വീണ്ടും വീണ്ടും ചെക്ക് ചെയ്യുകയും ഒരുവിധം ബാലൻസ് ചെയ്ത് നിൽക്കാനൊക്കെ പഠിക്കുമെങ്കിലും അവൻ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് പോകാനോ നിൽക്കാനോ ഒന്നും പറ്റുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൺട്രോൾ ഇല്ലാതെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറെ നേരം അവിടെയൊക്കെ പറന്നു നടക്കുകയും ഒരുവിധം ചെറിയ ബാലൻസ് ഒക്കെ കിട്ടി അവൻ വന്ന് നിൽക്കുകയും ചെയ്യും. ഇനി ബാക്കിയുള്ളതും കൂടെ സെറ്റാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ചെന്ന് നിൽക്കുകയും ആ സ്യൂട്ടിന്റെ മറ്റു ഭാഗങ്ങളെല്ലാം വെച്ച് ക്ലിയർ ആയ ശേഷം കമ്പ്യൂട്ടറിനോട് എല്ലാം ഓൺ ആക്കാനും സെറ്റ് ചെയ്യാനും പറയുകയും അങ്ങനെ അത് ഓണായി ഫംഗ്ഷൻസ് ഒക്കെ റെഡി ആവുകയും അതിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുകളെല്ലാം കറക്റ്റായി വർക്ക് ചെയ്യുന്നുണ്ടെന്നൊക്കെ അവൻ ഉറപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവനിപ്പോ മൊത്തത്തിൽ പുതുതായി ഉണ്ടാക്കിയ സ്യൂട്ട് ഇട്ട് പക്കായി ഒരു അയൺമാൻ ആയിട്ട് നിൽക്കുകയാണ്. ഇനി രണ്ടും കൽപ്പിച്ച് നമ്മൾ ഈ സ്യൂട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പോവുകയാണെന്നൊക്കെ അവൻ കമ്പ്യൂട്ടറിനോട് പറയുകയും അങ്ങനെ അവന്റെ അസിസ്റ്റ് ചെയ്യുന്ന കമ്പ്യൂട്ടർ അതിന് തയ്യാറാവുകയും അങ്ങനെ അവൻ വീണ്ടും അവിടെ നിന്ന് പറന്നു പൊങ്ങി ആ സ്യൂട്ട് ടെസ്റ്റ് ചെയ്യാനായി വളരെ വേഗത്തിൽ പുറത്തേക്ക് പോവുകയും ആ സിറ്റിയിൽ മുഴുവൻ പറന്നു നടക്കുകയും ചെയ്യുന്നു. അത് കൃത്യമായി പോകുന്നുണ്ടെന്നും സ്റ്റെബിലൈസേഷൻ നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ടെന്നും മനസ്സിലാക്കി അവന് വലിയ സന്തോഷമാവുകയും അങ്ങനെ ഏറെ നേരം പറന്നു നടന്ന് എല്ലാം കൃത്യമായി കാണാനും മനസ്സിലാക്കാനും ഒക്കെ പറ്റുന്നുണ്ടെന്ന് ഉറപ്പിക്കുകയും ശേഷം ഇനി എത്ര ഉയരത്തിലേക്ക് പോകാൻ പറ്റുമെന്ന് നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ മുകളിലേക്ക് പറന്നു പൊങ്ങുകയും ചെയ്യുന്നു. അമേരിക്ക കണ്ടുപിടിച്ച യുദ്ധവിമാനത്തിന്റെ റെക്കോർഡ് 85,000 അടി ഉയരമാണ്, അതിനെ ഇന്ന് പൊട്ടിക്കണം, മാക്സിമം ഉയരത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ മുകളിലേക്ക് പോവുകയും എന്നാൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഉയരം കൂടുന്നതിനനുസരിച്ച് അവന്റെ ചുറ്റിനും ഐസ് വരാൻ തുടങ്ങുകയും ഐസ് ചുറ്റും കൂടുന്നത് കൊണ്ട് ഫംഗ്ഷൻസിന് പ്രശ്നം വരാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ കമ്പ്യൂട്ടർ പറയുന്നുണ്ടെങ്കിലും അതൊന്നും കുഴപ്പമില്ല, പോട്ടെ നമുക്ക് മാക്സിമം നോക്കാമെന്ന് പറഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഐസ് നല്ല രീതിയിൽ കട്ടിയായിട്ട് അതിന്റെ ഫംഗ്ഷൻസ് എല്ലാം നിന്നു പോവുകയും ഇതോടെ അവൻ നേരെ താഴേക്ക് പോവുകയും ചെയ്യുന്നു. പെട്ടെന്ന് ഐസ് ഉടച്ചു കളയാനുള്ള സിസ്റ്റം എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞുകൊണ്ട് അവൻ ചില ഫംഗ്ഷൻസ് ഒക്കെ പ്രവർത്തിപ്പിക്കുമ്പോൾ ഐസുകളെല്ലാം പോയിട്ട് വീണ്ടും അതിന്റെ ഫംഗ്ഷൻസ് വർക്ക് ചെയ്യുകയും താഴെ വീഴുന്നതിന് തൊട്ട് മുൻപ് അത് വീണ്ടും പറന്ന് പൊങ്ങി അവിടെ നിന്ന് നേരെ കറക്റ്റ് ആയിട്ട് പോവുകയും ചെയ്യുന്നു. ഇതോടെ ടോണിക്ക് വലിയ സന്തോഷമാവുകയും അങ്ങനെ പാഞ്ഞു നേരെ വീടിന് നേർക്ക് ചെല്ലുകയും വീടിന്റെ മുകളിൽ ചെന്ന് അവിടെ സേഫായി ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ എല്ലാം കൂടി പൊളിഞ്ഞ് താഴേക്ക് പോകുന്നു. വീണ്ടും അവൻ പറന്ന സ്ഥലത്ത് തന്നെ എത്തിയിരിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് അന്നവൻ കോഫി കുടിക്കാനായി നോക്കുമ്പോൾ ഒരു പെട്ടി ഇരിക്കുന്നത് കണ്ട് നോക്കുമ്പോൾ പെപ്പറിന്റെ ഒരു സമ്മാനമാണ്. അവനത് എന്താണെന്ന് അറിയാനായി തുറന്നു നോക്കുമ്പോൾ മുമ്പ് മാറ്റിവെച്ച റിയാക്ടർ ഒരു സമ്മാനം പോലെ അവന് വേണ്ടി അവൾ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ടോണി സ്റ്റാർക്കിന് ഒരു ഹൃദയമുണ്ട് എന്നാണ് അവൾ അതിൽ എഴുതിയിരിക്കുന്നത്. അന്ന് മറ്റേ തീവ്രവാദികളാണെങ്കിൽ ടോണി ഉണ്ടാക്കിയ ആ സ്യൂട്ട് വീണ്ടും റെഡിയാക്കി എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശമൊക്കെ അവർ ആ രൂപത്തിൽ എത്തിച്ചിരിക്കുന്നു. അന്ന് ടോണി ആണെങ്കിൽ അവൻ ഉണ്ടാക്കിയ സ്യൂട്ട് കൂടുതൽ മെച്ചപ്പെടുത്താൻ എന്തൊക്കെ ചെയ്യാമെന്ന് കമ്പ്യൂട്ടറിനോടൊക്കെ ചോദിക്കുകയും മുകളിലേക്ക് പോകുമ്പോൾ ഐസ് കെട്ടാതിരിക്കാൻ എന്തൊക്കെ വേണമെന്ന് അതിനോട് ആലോചിച്ച് ഓരോ വഴികൾ കണ്ടെത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിനിടെ അവൻ ടിവിയിൽ നോക്കുമ്പോൾ സ്റ്റാർക്ക് ഇൻഡസ്ട്രീസിൽ ഒരു ഇവന്റ് നടക്കാൻ പോവുകയാണെന്നും ഒരുപാട് ആളുകൾ അതിലേക്ക് എത്തുന്നുണ്ടെന്നും വാർത്തയിൽ കാണുന്നു. എന്നാൽ അങ്ങനെ ഒരു ഇവന്റിലേക്ക് അവനെ വിളിച്ചിട്ടില്ല. അതെന്താണെന്ന് മനസ്സിലാവാതെ ഇരിക്കുമ്പോൾ ഈ ഇവന്റിൽ ടോണി
ടോണി സ്റ്റാർക്ക് വരാൻ ചാൻസ് ഇല്ലെന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്ന ശേഷം അദ്ദേഹത്തിന് മാനസികമായി എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നും അതിനാൽ അദ്ദേഹം വരാൻ സാധ്യതയില്ലെന്നുമൊക്കെ ടിവിയിൽ പറയുന്നത് കേട്ട് എങ്കിൽ പിന്നെ അതിനൊന്ന് പോയി നോക്കാമെന്ന് അവൻ കരുതുകയും ഞാൻ എന്തായാലും ആ ഇവന്റിനൊന്ന് പോകാൻ പോവുകയാണ്. അതിനു മുന്നേ സ്യൂട്ടിന് മറ്റുള്ള എല്ലാ പണികളും നിങ്ങൾ തീർത്തു വയ്ക്കണം. അതിനുവേണ്ടി നല്ലൊരു കളർ കൂടി വേണം. ഏതെങ്കിലും ഒരു കളർ സെലക്ട് ചെയ്യാൻ അവൻ കമ്പ്യൂട്ടറിനോട് പറയുകയും ഫുള്ള് ഗോൾഡൻ നിറത്തിലുള്ള കളർ ആയാൽ എങ്ങനെയുണ്ടെന്ന് അവനോട് ചോദിക്കുമ്പോൾ അതെന്തോ ഒരു ബോർ പോലെ തോന്നുന്നു എന്ന് പറഞ്ഞ് അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവന്റെ കാർ അവിടെ കാണുകയും എന്റെ കാറിന്റെ നിറമാക്ക് കുറച്ച് ചുവപ്പ് കൂടിയൊക്കെ ഒന്ന് ആഡ് ചെയ്യാൻ അവൻ പറയുന്നത് കേട്ട് കമ്പ്യൂട്ടർ അതുപോലെ തന്നെ ഒരു മോഡൽ ഉണ്ടാക്കി കാണിക്കുകയും ശരി ഇത് നന്നായിട്ടുണ്ട്, പെട്ടെന്ന് പെയിന്റിങ്ങും മറ്റു കാര്യങ്ങളും എല്ലാം ചെയ്തു വെക്ക്, ഞാൻ ഫംഗ്ഷന് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അവൻ അപ്പോൾ തന്നെ നേരെ കമ്പനിയിലുള്ള ആ ഇവന്റിന് വേണ്ടി പോകുന്നു. അങ്ങനെ നേരെ അവിടെ ചെന്ന് അവൻ ഇറങ്ങുമ്പോൾ അവനെ കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ട് നോക്കുകയും അവൻ വരുന്നത് കണ്ട് ഒബാഡിയ ഞെട്ടിപ്പോവുകയും ചെയ്യുന്നു. അവൻ നേരെ ഒബാഡിയയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നിന്നെ ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ, പിന്നെ മറ്റൊരു കാര്യം വിളിച്ചില്ലെന്ന് കരുതി ഓവർ ആവരുത്, കുറച്ച് മയത്തിലൊക്കെ പെരുമാറണേന്നൊക്കെ അയാൾ പറയുന്നു. അങ്ങനെ അവൻ അകത്തേക്ക് ചെന്ന് കുറച്ച് ബിയർ എടുക്കാൻ പറഞ്ഞ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇതിനിടെ മറ്റേ പത്രപ്രവർത്തക അവിടേക്ക് വരികയും എന്നെ ഓർമ്മയുണ്ടാവുമല്ലേ, ഇപ്പൊ ഞാൻ വന്നത് മറ്റു കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയാണ്. ഈ ഫോട്ടോകൾ കണ്ടോ, അഫ്ഗാനിസ്ഥാനിലെ ഗുൽമിറ എന്ന് പറയുന്ന സ്ഥലത്ത് നടക്കുന്ന സംഭവങ്ങളാണ്. ഈ ഫോട്ടോകളൊക്കെ ഇന്നലെ എടുത്തതാണ്. അവിടെ കുറച്ച് തീവ്രവാദികൾ സാധാരണക്കാരെയൊക്കെ ആക്രമിക്കുകയും പിടിച്ചു വെക്കുകയും അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്നു. അവർ ഉപയോഗിക്കുന്നതെല്ലാം നിങ്ങളുടെ ആയുധങ്ങളാണ്. നിങ്ങൾ പുതുതായി ഉണ്ടാക്കിയ ജെറീക്കോ മിസൈൽ വരെ അവരുടെ കയ്യിലുണ്ട്. നിങ്ങളല്ലേ ഈ ആയുധങ്ങളൊക്കെ കൊടുത്തതെന്ന് പറയുമ്പോൾ ഇതൊന്നും അവർക്ക് കൊടുക്കാൻ ഞാൻ അനുമതി കൊടുത്തിട്ടില്ല എന്ന് അവൻ പറയുകയും പിന്നെങ്ങനെ നിങ്ങളുടെ ആയുധങ്ങൾ അവരുടെ കയ്യിൽ കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ അവന് ഒബാഡിയയെ സംശയം തോന്നുകയും അങ്ങനെ അവൻ ചെന്ന് ഗുൽമിറയിൽ എന്താണ് നടക്കുന്നത്, അവിടെയുള്ള ആളുകൾക്ക് ആയുധം കൊടുത്തത് നിങ്ങളല്ലേ എന്നൊക്കെ അവൻ ദേഷ്യത്തോടെ ഒബാഡിയയോട് ചോദിക്കുമ്പോൾ നീയൊന്ന് സമാധാനപ്പെട്, നിന്നെ ഈ കമ്പനിയിൽ നിന്ന് പുറത്താക്കിയത് ഞാൻ തന്നെയാണ്, നിനക്കെതിരെ ഞാൻ കേസ് കൂടി ഫയൽ ചെയ്യാൻ പോവുകയാണ്. തീവ്രവാദികൾക്ക് ആയുധം കൊടുക്കുന്ന കാര്യത്തിലൊന്നും നീ ഇടപെടണ്ട, എനിക്ക് എങ്ങനെയെങ്കിലും വിൽപ്പന നടന്നാൽ മതി, ആർക്ക് വേണമെങ്കിലും ഞാൻ ആയുധം കൊടുക്കും എന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോയി കളയുന്നു. അങ്ങനെ അന്ന് വീട്ടിൽ ചെന്നിരുന്ന് അവൻ ടിവിയിൽ വാർത്ത നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗുൽമിറയിൽ ഒരു പട്ടാള മേധാവിയും കുറെ ആളുകളും കൂടി ഗ്രാമവാസികളായ പാവപ്പെട്ടവരെ പിടികൂടുകയും അവരുടെ നാട് മുഴുവൻ പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഒരുപാട് നിരപരാധികളായ ആളുകളെ കൊന്നിട്ടുണ്ട്. വിദേശ കലാപകാരികളായ ആളുകളാണ് ആ ഗ്രാമത്തിലുള്ള പാവങ്ങളെയൊക്കെ പിടിച്ചു വെച്ച് ആ സ്ഥലം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. അവരുടെ കയ്യിൽ മാരകമായ ആയുധങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നൊക്കെ പറയുന്നത് കേട്ട് ടോണി നോക്കുമ്പോൾ അതെല്ലാം അവന്റെ തന്നെ ആയുധങ്ങളാണ്. അഭയാർത്ഥികൾക്കൊന്നും ഇനി ഒരു പ്രതീക്ഷയുമില്ലാത്ത അവസ്ഥയിലാണ്. കുട്ടികൾക്ക് അമ്മയും അച്ഛനെയും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. ആരെങ്കിലും ഒരിക്കൽ അവരെ രക്ഷിക്കാൻ വരുമെന്ന പ്രതീക്ഷയിലാണ് അവിടെയുള്ള സാധാരണക്കാരുള്ളതെന്നൊക്കെ ടിവിയിൽ പറയുന്നത് അവൻ കേൾക്കുകയും ഇതോടെ അവൻ നേരെ ചെന്ന് തന്റെ പണി കഴിഞ്ഞ സ്യൂട്ടിലേക്ക് കയറാനായി പോവുകയും അങ്ങനെ റോബോട്ടുകൾ അവന്റെ സ്യൂട്ട് ഫുള്ളായി ക്ലിയർ ചെയ്ത് കൊടുക്കുകയും പൂർണ്ണമായി പണി കഴിഞ്ഞ ആ സ്യൂട്ട് ഇട്ട് നെഞ്ചത്തുള്ള റിയാക്ടറൊക്കെ വർക്ക് ചെയ്ത് അവനിപ്പോ പക്ക അയൺമാനായി മാറിയിരിക്കുകയാണ്. അങ്ങനെ അവൻ നേരെ പോകുന്നത് ഗുൽമിറയിലേക്കാണ്. അവിടെയാണെങ്കിൽ തീവ്രവാദികൾ വന്ന് സാധാരണക്കാരായ ജനങ്ങളെല്ലാം ഒഴിപ്പിച്ചു വിടുകയും എല്ലാ ആണുങ്ങളെയും പിടിച്ച് ട്രക്കിൽ കയറ്റി സമ്മതിക്കാത്തതിനെ എല്ലാം വെടിവെച്ച് കൊല്ലാനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ മുഴുവൻ അമർ ആക്രമിക്കുകയും ആളുകളെ എല്ലാം ഒഴിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിനിടെ കുടുംബമായി ഒരു ടീം ഇറങ്ങി വരികയും അവർ ഒരുമിച്ച് നിൽക്കുന്നത് കണ്ട് അവനെ പിടിച്ചു മാറ്റി മറ്റവരെ വണ്ടിയിൽ കയറ്റാൻ പറയുകയും അങ്ങനെ അവരുടെ അച്ഛനെ പിടിച്ച് അവിടെ നിന്ന് കൊണ്ടുപോയി മറ്റുള്ളവരുടെ കൂട്ടത്തിൽ കൊല്ലാൻ നോക്കുമ്പോൾ അയാളുടെ മോൻ ഓടി വരുന്നത് കണ്ട് അയാളും ഓടിച്ചെന്ന് അവർ കെട്ടിപ്പിടിക്കുകയും എന്തുവാടായി കാണിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് വില്ലൻ വന്ന് കൊച്ചിനെ എടുത്തെറിഞ്ഞ് അവനെ അവിടെ ഇട്ട് മറ്റവരുടെ മുന്നിൽ വെച്ച് ചാവിട്ടി കൂട്ടുകയും അവർ കരഞ്ഞുകൊണ്ട് നിൽക്കുകയും ചെയ്യുന്നു. ഇവനെ അങ്ങ് തീർത്ത് കളയാൻ പറഞ്ഞിട്ട് നേതാവ് അവിടെ നിന്ന് പോവുകയും അങ്ങനെ അവൻ വെടിവെച്ച് കൊല്ലാനായി തോക്കു ചൂണ്ടി നിൽക്കുമ്പോൾ അച്ഛനെ കൺമുന്നിൽ വെച്ച് കൊല്ലാൻ പോകുന്നത് കണ്ട് മക്കൾ കരഞ്ഞുകൊണ്ടിരിക്കുകയും പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഒരാൾ പാഞ്ഞ് അവിടേക്ക് ഇറങ്ങുകയും ചെയ്യുന്നു. നേരെ ചെന്ന് ആ വെടിവെക്കാൻ പോയവനെ പോകിക്കുകയും പിന്നീട് ചട്ടപ്പട്ടെ അവിടെ നിന്നവന്മാരെ എല്ലാം അടിക്കുകയും ചെയ്യുന്നു. അടുത്തതായി നോക്കുമ്പോൾ പാവങ്ങളെ പിടിച്ചു വെച്ച് മറ്റവന്മാർ തോക്ക് ചൂണ്ടുന്നത് കൊണ്ട് അവന് അടിക്കാൻ കഴിയുന്നില്ല. ഇതോടെ ശാന്തമായി നിൽക്കുകയും പെട്ടെന്ന് അവൻ അവന്മാരെ എല്ലാം ലിസ്റ്റ് ചെയ്ത് തോളിൽ നിന്ന് തോക്ക് വന്ന് പട്ടപ്പട്ടെ അടിച്ചിടുന്നു. ഇതോടെ മറ്റേ കുട്ടി ഓടി വന്ന് അച്ഛനുമായി കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. ഇതൊക്കെ കണ്ട് ഗുണ്ടാ നേതാവ് പേടിച്ച് നിന്ന് ആരെയോ വിളിക്കാൻ ശ്രമിക്കുമ്പോൾ അയൺമാൻ അവിടേക്ക് വന്ന് അയാളെ വാലിച്ച് പുറത്തേക്ക് എറിയുകയും ആളുകളുടെ ഇടയിലേക്ക് ഇട്ടുകൊടുത്ത് എന്ത് വേണമെങ്കിലും ചെയ്തോളാൻ പറഞ്ഞ് പറന്നു പോവുകയും ചെയ്യുന്നു. ഇതോടെ അവന്മാർ അവിടേക്ക് കൂടിയിരിക്കുകയാണ്. ശേഷം അവൻ നേരെ അവരുടെ ആയുധങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നതിനിടെ പീരങ്കിയിൽ നിന്ന് അടിയേറ്റ് അവൻ തേറിച്ച് വീണിരിക്കുന്നു. ശേഷം എങ്ങനെയെങ്കിലും അവിടെ നിന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ അത് വീണ്ടും അടിക്കാൻ ശ്രമിക്കുകയാണ്. ഇതോടെ അതിനെയും മിസൈൽ വിട്ട് അടിച്ച് മൊത്തത്തിൽ തകർത്ത് കളയുന്നു. അപ്പോഴേക്കും അവിടെ നിന്നവന്മാരെല്ലാം വെടിവെക്കാൻ തുടങ്ങുകയും ഇതോടെ അവൻ പറന്ന് പൊങ്ങിക്കൊണ്ട് അവിടെയുള്ളതെല്ലാം ലോക്ക് ചെയ്ത് പാട്ടപടെ അടിച്ച് പൊട്ടിക്കുകയും എല്ലാം കൂടി തകർന്ന് തരിപ്പണമാവുകയും ചെയ്യുന്നു. ശേഷം അവൻ അവിടെ നിന്ന് പറന്ന് പോയിരിക്കുകയാണ്. മറ്റേ നേതാവൊക്കെ അവിടേക്ക് വന്ന് അവരുടെ ആയുധങ്ങളെല്ലാം തകർന്ന കാഴ്ച കണ്ടിരിക്കുന്നു. ഈ സമയം അതിനടുത്തുള്ള അമേരിക്കയുടെ എയർബേസിൽ നിന്ന് അവർ നോക്കുമ്പോൾ എന്തോ ഒരു സാധനം അതുവഴി പറക്കുന്നതായി കാണുകയും എന്താണെന്ന് മനസ്സിലാക്കി
മനസ്സിലാവാതെ അവർ മുഴുവൻ തിരയാൻ തുടങ്ങുകയും ചെയ്യുന്നു. അത് എയർക്രാഫ്റ്റ് വല്ലതും ആണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എയർക്രാഫ്റ്റ് ഒന്നും അല്ല, ഡ്രോൺ പോലെ എന്തോ ആണെന്ന് തോന്നുന്നു എന്നൊക്കെ അവർ പറയുകയും ഒന്നും മനസ്സിലാവാതെ ആകെ കൺഫ്യൂഷനിലാവുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും സാധനം അയച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ പറയുകയും അങ്ങനെ അമേരിക്കയുടെ എയർബേസിലും നേവിയിലും എല്ലാം വിളിച്ച് അന്വേഷിക്കുമെങ്കിലും ആരും ഒന്നും പറത്തി വിട്ടതായിട്ട് വിവരം കിട്ടുന്നില്ല. ഇതോടെ അവർ ജെയിംസിനെ അങ്ങോട്ട് വിളിക്കുകയും എന്തോ ഒരു സാധനം പരിധിക്കുള്ളിൽ കിടന്ന് കറങ്ങുന്നുണ്ട്, എന്താണെന്ന് മനസ്സിലാവുന്നില്ലെന്നൊക്കെ പറയുമ്പോൾ പൈലറ്റ് ഇല്ലാത്ത വിമാനമല്ലോ ആയിരിക്കുമോ എന്ന് ചോദിക്കുകയും പക്ഷെ അതിൽ നിന്ന് സിഗ്നൽ ഒന്നും കിട്ടുന്നില്ല സാറെന്ന് അവർ പറയുന്നത് കേട്ട് എനിക്കൊരാളിനെ ഒന്ന് വിളിക്കണമെന്ന് പറഞ്ഞ് ജെയിംസ് നേരെ ഫോൺ എടുത്ത് ടോണിയെയാണ് വിളിക്കുന്നത്. കോൾ വന്നുടനെ എന്താടാ കാര്യം എന്ന് ചോദിക്കുകയും എന്താ അവിടെ വല്ലാത്തൊരു നോയിസ്, നീ എന്ത് ചെയ്യുവാന്ന് ചോദിക്കുമ്പോൾ ഞാൻ കാർ ഓടിച്ചുകൊണ്ടിരിക്കുക, എന്താ കാര്യമെന്ന് പറയാൻ പറയുകയും നിന്നെ മുമ്പ് പിടിച്ചുകൊണ്ട് പോയ ആ സ്ഥലത്തിനടുത്ത് ഒരു ആയുധ കലവറ കുറച്ചു മുന്നേ പൊട്ടിത്തെറിച്ചു, അതോടൊപ്പം അവിടെ വിമാനം പോലെ എന്തോ ഒരു സാധനവും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, നീ വിട്ട വല്ല സാധനമാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ലല്ല അതിനെപ്പറ്റി എനിക്കൊന്നും അറിയില്ലെന്ന് അവൻ പറയുകയും ശരി എങ്കിൽ നമ്മൾ അതിനെ തകർക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്യുകയും എയർഫോഴ്സിനോട് ആ സാധനത്തെ തകർക്കാൻ ഓർഡർ കൊടുക്കുകയും ചെയ്യുന്നു. ഇതോടെ ടോണിയുടെ പിന്നാലെ എയർക്രാഫ്റ്റുകൾ പാഞ്ഞു വരികയാണ്. ഇത് കണ്ട് അവനും പാഞ്ഞു പോവുകയും അങ്ങനെ അവർ അവനെ പിടിക്കാനായി വളരെ വേഗത്തിൽ പൊക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതെന്താണ് സാധനമെന്ന് അവർ പൈലറ്റിനോട് ചോദിക്കുമ്പോൾ എന്താണെന്ന് മനസ്സിലാവുന്നില്ല, തീ പോലെ എന്തോ സാധനം പോകുന്നത് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ എന്നൊക്കെ പറയുന്നത് കേട്ട് അതുമായി കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാനൊക്കെ പറയുമെങ്കിലും ഒരു കണക്ഷനും കിട്ടുന്നില്ലെന്ന് പറയുകയും അങ്ങനെയാണെങ്കിൽ ആക്രമിച്ച് അതിനെ തകർത്തോളാൻ പറയുകയും അങ്ങനെ അവർ അതിന് നേർക്ക് മിസൈൽ വിടുകയും ചെയ്യുന്നു. എന്നാൽ മിസൈൽ വരുന്നത് കണ്ട് അവൻ ഫ്ലെയർ അടിച്ച് ആ മിസൈലിനെ തകർത്ത് കളയുകയും അത് ഫ്ലെയർ വിട്ടു, അപ്പോൾ വെറുതെ പോകുന്ന സാധനമല്ല, ആരോ അതിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്ന് അവർ അറിയിപ്പ് കൊടുക്കുകയും അങ്ങനെയാണെങ്കിൽ വെടിവെച്ചിടാൻ പറയുന്നത് കേട്ട് അവർ ചാട്ടപ്പെട്ടെ അയൺമാനെ വെടിവെക്കാൻ തുടങ്ങുകയും പെട്ടെന്ന് അവൻ നിൽക്കുന്നതോടെ അത് അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയും സാറ്റലൈറ്റ് വിഷ്വൽസ് ഉൾപ്പെടെ അവർക്ക് നഷ്ടമാവുകയും ചെയ്യുന്നു. അതിനെ ഇപ്പോൾ കാണുന്നില്ല, എങ്ങോട്ട് പോയെന്നറിയാൻ വയ്യ, അത് തകർന്നിട്ടുണ്ടാവുമെന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് ജെയിംസിന് ടോണിയുടെ കാൾ വരികയും എന്താടാ കാര്യമെന്ന് ചോദിക്കുമ്പോൾ എടാ നീ ചോദിച്ച സാധനം എന്റെയാണ് എന്ന് പറയുമ്പോൾ നീ എന്താടാ കളിക്കുന്നോ, അത് പറക്കാൻ പാടില്ലാത്ത സ്ഥലമാണ്, എന്തായാലും അത് വെടിവെച്ചിടുമെന്ന് പറയുമ്പോൾ എടാ അതൊരു സ്യൂട്ടാണ്, അതിന്റെ അകത്ത് ഞാനുണ്ടെന്ന് അവൻ പറയുന്നത് കേട്ട് ജെയിംസ് ഞെട്ടിപ്പോവുകയും ഈ സമയം മറ്റേ പൈലറ്റ് നോക്കുമ്പോൾ അടുത്ത വിമാനത്തിന്റെ അടിയിൽ അവൻ ഇരിക്കുന്നത് കണ്ട് അതിനെ ഞാൻ കണ്ടു, അതൊരു മനുഷ്യനെ പോലെയാണ് ഇരിക്കുന്നതെന്ന് പറയുകയും ഇത് കേട്ട് ആ പൈലറ്റ് അവനെ അടിച്ചിടാൻ ശ്രമിക്കുകയും ഇതോടെ അവന്റെ പിടിവിട്ട് തെറിച്ച് ചെന്ന് പുറകിൽ വരുന്ന വിമാനത്തിൽ ഇടിക്കുകയും എന്റെ വിമാനം തകർന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ വിമാനം താഴേക്ക് പോവുകയും ഉടൻ പൈലറ്റ് ഇജക്ടർ വലിച്ച് അതിൽ നിന്ന് പുറത്തേക്ക് പോകുമെങ്കിലും അയാൾ താഴേക്ക് പോവുകയാണ്. പൈലറ്റ് പാരച്യൂട്ട് വലിക്കാൻ നോക്കിയിട്ട് അത് ജാമായിരിക്കുകയാണ്. ഇതൊക്കെ കണ്ട് അവിടെയുള്ള ഉദ്യോഗസ്ഥർ മുഴുവൻ ആകെ പേടിക്കുകയും അയാൾ മരിച്ചാൽ സമാധാനം പറയേണ്ടി വരുമെന്ന് മനസ്സിലാക്കി എന്ത് ചെയ്യുമെന്നറിയാതെ എല്ലാവരും നിൽക്കുമ്പോൾ അയാൾക്ക് പാരച്യൂട്ട് ഓണാക്കാൻ കഴിയാതെ നേരെ താഴേക്ക് പോവുകയാണ്. വീഡിയോയുടെ ദൈർഘ്യം കൂടുതലായതിനാൽ 2 പാർട്ടായിട്ടാണ് ഇറക്കുന്നത്. ആദ്യ പാർട്ട് ഇവിടെ അവസാനിക്കുന്നു. കഥയുടെ ബാക്കിയുമായി അടുത്ത ഒരു വീഡിയോയിലൂടെ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.